ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ ഡോക്ടർ. സച്ചി, ലക്ഷ്മി എവിടെ? ലക്ഷ്മി ഹോസ്പിറ്റലിൽ വന്നില്ലേ? എനിക്ക് ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ഓഫീസിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലക്ഷ്മിയോട് ഒരു വണ്ടി വിളിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. മോളെ നിൽക്കണം. ഞാൻ തീറ്റിപ്പോറ്റി വളർത്തിയ പഴയ കാവൽപ്പട്ടിയുടെ ശൗര്യം പോയിട്ടില്ല. മോളെ, ഇവൻ പറഞ്ഞ കേട്ടില്ലേ? ഞാൻ കരുതിയത് ഇവൻ നിന്റെ കാല് പിടിക്കാൻ വന്നതാണെന്നാണ്. എന്നിട്ടിപ്പോ നിന്ന് കുരയ്ക്കുന്നു. നീ ഇവളോട് കാണിച്ച വഞ്ചന ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. യജമാനം മാറിയപ്പോ അവന്റെ ശൗര്യം കൂടിയതാ. സാരമില്ല, ഇവന്റെ വിഷപ്പല്ല് പറിക്കാനുള്ള ആയുധം എന്റെയിലുണ്ട്. അവന്തികെ, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്കണം. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നതില്ല. സത്യം നീ വിചാരിക്കുന്നത് പോലൊന്നും അല്ല. സേതു അങ്കിളിനും നിന്റെ അച്ഛനും ഇടയിൽ പല കളികളും നടന്നിട്ടുണ്ട്. പക്ഷെ സേതു അങ്കിൾ ഒരിക്കലും ആരും ചതിക്കില്ല. നിർത്തടാ, ചതിയന്റെ കുമ്പസാരം എനിക്ക് കേക്കണ്ട. നിന്നെ കാണുന്ന തന്നെ എനിക്കിപ്പോ വെറുപ്പാ. അവസരം പോലെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് നീ അങ്ങ് പുണ്യാളനായി അല്ലടാ. എന്നെ ചതിച്ചപ്പോ തന്നെ നിന്നെ ഞാൻ തീർക്കേണ്ടതായിരുന്നു. നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതേ എന്റെ ദയാണെന്ന് കരുതിയാ മതി. ഇറങ്ങിപ്പോടാ, ഇനി മേലിൽ ഇങ്ങോട്ട് വന്നു പോരുത്. അവന്തിയ പറഞ്ഞത് കേട്ടില്ലേ? പൊയ്ക്കോ. ഇനി ഇവിടെ നിന്ന് ഷോ കാണിച്ചാൽ നീ മര്യാദയ്ക്ക് പോകില്ല. നിന്റെ ഒരു വക്കാലത്ത് ഇവിടെ വേണ്ട. നീ പോ. അവന്തിക നിന്റെ ശത്രുവാ. അവന്തികെ, എനിക്ക് പറയാനുള്ളത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ഇനിയെങ്കിലും നീ അത് കേട്ടില്ലെങ്കിൽ നിന്റെ സർവനാശമായിരിക്കും ഫലം. സേതു അങ്കിളിനോടും മക്കളോടും ഉള്ള നിന്റെ യുദ്ധം നീ ഒന്ന് നിർത്തിവെക്കണം. അത് അനാവശ്യമാ. ശരി, നീ പറയുന്നത് പോലെ ഞാൻ എല്ലാം നിർത്തിവെക്കാം. പകരം അയാള് കാരണം ആത്മഹത്യ ചെയ്ത എന്റെ അച്ഛനെ തിരിച്ചുകൊണ്ടോന്ന് എന്റെ മുന്നിൽ നിർത്താനായിട്ട് നീ നിന്റെ സേതു അങ്കിളിനോട് പറയും. എന്താ, പറ്റോ? എന്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുവന്ന് തരാനായിട്ട് അയാൾക്ക് പറ്റുമോന്ന്? അതിനയക്ക് കഴിയില്ലെങ്കിൽ നെല്ലിശ്ശേരിയിലെ ന്യായമായിട്ട് ഒരു പട്ടിയും ഇനി ഈ പടി ചവിട്ടരുത്. മേലിൽ നീ എന്റെ കൺമുന്നിലും വന്നു പോരുത്. കേട്ടോടാ ചതിയ. ഇറങ്ങി പോടാ ഇവിടുന്ന്. അവന്തിക പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഇറങ്ങി പോടാ. പിടിച്ചു പുറത്താക്കട അവനെ. പോടാ. ഇപ്പൊ ഞാൻ പോവാ, പക്ഷെ ഒരിക്കൽ കൂടി ഞാൻ വരും. അവനെ സൂക്ഷിക്കണം. നീ വിചാരിക്കുന്നേക്കാൾ വളരെ അപകടകാരിയാവൻ. വിനയചന്ദ്രന്റെ മരണത്തിന് കാരണമായ ആ പണം വെട്ടിച്ചത് ഞാനാണെന്ന് അങ്ങനെ അവൾ അറിഞ്ഞാൽ ആദ്യം അവൾ എന്നെ തീർക്കും. പിന്നെ നിന്റെ കാര്യവും പോക്ക. അതുകൊണ്ട് ഇനി ധനുഷും അവളും തമ്മിൽ സംസാരിക്കാൻ ഇടയാകരുത്.
ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായോ? എന്നാൽ ഒന്നുകൂടി കേട്ടോ നീ. അവന്തിക ഇരുതല മൂർച്ചുള്ളൊരു വാളാണ്. അത് തലയ്ക്ക് മുകളിലുണ്ടെന്ന് ഏത് നിമിഷവും ഓർമ്മ വേണം. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ തല അറ്റുപോകുന്നത് നമ്മൾ പോലും അറിയില്ല. ഈശ്വര, ലക്ഷ്മിയെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാനത് മറന്നുപോയി. അതിനാണോ ഡോക്ടർ വിളിക്കുന്നത്? ഹലോ ഡോക്ടർ. സച്ചി, ലക്ഷ്മി എവിടെ? ലക്ഷ്മി ഹോസ്പിറ്റലിൽ വന്നില്ലേ? എനിക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫീസിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലക്ഷ്മിയോട് ഒരു വണ്ടി വിളിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. ഞാൻ പിന്നാലെ എത്താന്നും പറഞ്ഞു. പക്ഷേ ജോലി തിരക്കൊണ്ട് ഞാനത് മറന്നുപോയി. എന്നാ പിന്നെ അത് താൻ എന്നോട് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ലക്ഷ്മിയെ കൊണ്ടുവരാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യുമായിരുന്നല്ലോ. അത് മാത്രമല്ല, ലക്ഷ്മി ഇതുവരെ എത്തിയിട്ടില്ല. അയ്യോ സോറി ഡോക്ടർ. ഇനിയിപ്പോ സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? പ്ലീസ് ഡോക്ടർ. ഇതാണോ നിങ്ങളുടെ ഉത്തരവാദിത്വം? എടോ, ജീവിക്കാൻ ഇപ്പോഴും ഒരുപാട് ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന കുട്ടിയാവള്. മരണത്തിന്റെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോഴും അവൾക്ക് ജീവിക്കാൻ ഒരുപാട് കൊതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവള് ചെക്കപ്പിന് വരില്ലെന്ന് സ്വയം തീരുമാനിക്കില്ല. ഞാൻ കുറെ നേരമായി ഫോണിൽ വിളിക്കുന്നു, ഫോൺ സ്വിച്ച് ഓഫാ. ഞാനിപ്പോ തന്നെ ലക്ഷ്മി വിളിക്കാം. താൻ ഇനി വിളിക്കാനൊന്നും നിൽക്കണ്ട, വേഗം വന്നാ മതി. നമുക്കിപ്പോ തന്നെ അങ്ങോട്ടേക്ക് പോവാം. ഞാൻ ഇപ്പൊ തന്നെ വരാം ഡോക്ടർ. ലക്ഷ്മി, 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 ലക്ഷ്മി. ലക്ഷ്മി, 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 കണ്ണു തുറക്ക്. ലക്ഷ്മി, ലക്ഷ്മി,